നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബുധനാഴ്ച ഉച്ചയ്ക്ക് ഐസിയുവിലേക്ക് മാറ്റുമ്പോൾ മക്കളെ നോക്കിയേക്കണേ എന്നാണ് വേണുചേട്ടൻ അവസാനമായി ഭാര്യയോട് പറഞ്ഞത്. അതിന് വേണുവേട്ടൻ ഇതുപോലെ തിരിച്ചു വരണേ എന്നും ഞാൻ പറഞ്ഞു. വേണുചേട്ടന്റെ നെഞ്ചിൽ വെള്ളം കെട്ടിക്കിടക്കുകയാണ് എന്നും ഇത്തിരി സീരിയസ് ആണെന്നും 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നെ വിളിച്ചു പറഞ്ഞു. ഇത് നേരത്തെ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ചേട്ടൻ ഇന്നും ജീവിച്ചിരിക്കുമായിരുന്നു. അന്തരിച്ച വേണുവിന്റെ ഭാര്യയുടെ വാക്കുകളാണ് ഇത്. സംഭവത്തെക്കുറിച്ച് സിന്ധുവിന്റെ വാക്കുകൾ നോക്കുകയാണെങ്കിൽ, വെള്ളിയാഴ്ച രാത്രി ഗ്യാസിന്റെ പ്രശ്നമൊന്നും എന്നാണെന്ന് കരുതി ചേട്ടൻ കിടക്കുകയായിരുന്നു. പിറ്റേന്ന് രാവിലെ തൊണ്ടവേദന ഉണ്ടായിരുന്നു. അടുത്തുള്ള CHCയിൽ ECG എടുത്തപ്പോൾ വ്യത്യാസം കണ്ടു. കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിലേക്ക് പറഞ്ഞു വിട്ടു. അപ്പോഴേക്കും സംസാരത്തിന് കുഴച്ചിലായതോടുകൂടി ജില്ലാ ആശുപത്രിയിലേക്കും റെഫർ ചെയ്തു. അവിടെ CT സ്കാൻ കുഴപ്പമില്ലായിരുന്നു. എക്കോയും ബ്ലഡ് ടെസ്റ്റും നടത്തി. രക്തപരിശോധനയിൽ ഹൃദയാഘാതമെന്ന് കണ്ടെത്തി. ചവറയിൽ നിന്ന് ആംബുലൻസ് വരുത്തിയാണ് തിരുവനന്തപുരത്തേക്ക് പോയത്. അവിടെ വാർഡ് 28ലേക്ക് പറഞ്ഞു വിട്ടു. രക്തം അലിയിക്കാനുള്ള മരുന്നും BP-ക്കുള്ള മരുന്നും തന്നു. പിറ്റേന്ന് ഞായറാഴ്ച ഡോക്ടറില്ല. തിങ്കളാഴ്ച രാവിലെ കാർഡിയോളജിയിൽ ഡോക്ടറെ കണ്ടു. ICUവിൽ തിരക്കാണെന്ന് ബുധനാഴ്ചയോ വെള്ളിയാഴ്ചയോ ആൻജിയോഗ്രാം നടത്താമെന്നും പറഞ്ഞു. തുടർന്ന് 2ാം വാർഡിലേക്ക് മാറ്റി. ആ സമയത്ത് തലവേദനയും കൈതരിപ്പും ഉണ്ടായി. ഡോക്ടർ എത്തി മരുന്ന് കുറിച്ചിട്ട് ബുധനാഴ്ച ആൻജിയോഗ്രാം ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ അതിനുള്ള പട്ടിക വന്നപ്പോൾ വേണുവേട്ടന്റെ പേരില്ല. ആൻജിയോഗ്രാം ചെയ്യാനുള്ള ആരെങ്കിലും ഇല്ലാത്തത് വന്നാൽ ചെയ്യാമെന്ന് ഡോക്ടർ സമാധാനിപ്പിച്ചു. ഡോക്ടറെ കാണാൻ ICUവിൽ എത്തിയപ്പോൾ പണ്ട് സ്ട്രോക്ക് ഉണ്ടായത് കാരണമാണ് തലവേദന എന്നാണ് പറഞ്ഞത്. പക്ഷേ അദ്ദേഹം കുറിച്ച ഗുളികളൊന്നും തന്നെ അവിടെ ഇല്ലായിരുന്നു. പിറ്റേന്ന് രാവിലെ കാർഡിയോളജിയിൽ എത്തി. ആൻജിയോഗ്രാം എന്തുകൊണ്ട് ചെയ്യുന്നില്ലെന്ന് ചോദിച്ചു. അറ്റാക്ക് വന്ന് 3 മണിക്കൂറിനുള്ളിൽ ആൻജിയോഗ്രാം ചെയ്തില്ലെങ്കിൽ മരുന്ന് കഴിച്ച് 5 ദിവസം കഴിഞ്ഞേ പറ്റൂ എന്നാണ് ഡോക്ടർ മറുപടി പറഞ്ഞത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് എക്കോ എടുക്കാൻ പോയപ്പോഴാണ് ശ്വാസമുട്ടലിനെ തുടർന്ന് ICUവിൽ പ്രവേശിപ്പിച്ചത്. രാത്രിയോടെ മരിക്കുകയും ചെയ്തു. തിരുവനന്തപുരത്താണ് ഈ ഹൃദയത്തെ നടുക്കുന്ന സംഭവം ഉണ്ടായത്. ഹൃദ്രോഗിയായ ചികിത്സയിൽ കഴിയവെയായിരുന്നു വേണുവിന്റെ മരണം. സത്യത്തിൽ വേണുവിന്റെ ഭാര്യയ്ക്ക് ഇപ്പോൾ കരച്ചിലില്ല, കണ്ണീരില്ല. ഒരു മരവിച്ച അവസ്ഥയിൽ ഇരിക്കുകയാണ്. ആ മരവിച്ച അവസ്ഥയിൽ ഇരുന്നു കൊണ്ട് ആ ഭാര്യ പറയുന്ന വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ മന്ത്രി വീണ ജോർജിനെ അഗ്നിക്കിരയാക്കുന്ന വിധത്തിലേക്കാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ആരെയും പ്രാകുന്നില്ല, ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. എന്താണ് തങ്ങൾക്കുണ്ടായത് എന്ന സത്യാവസ്ഥയാണ് അവർ മാധ്യമങ്ങളിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ സത്യാവസ്ഥയിൽ എല്ലാ കാര്യങ്ങളും വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു സാധാരണക്കാരന് വളരെ അതിദാരിദ്ര്യമില്ല എന്ന് പറയുന്ന ഈ സാധാരണക്കാരുടെ ലോകത്ത്, അല്ലെങ്കിൽ സാധാരണക്കാരുടെ കേരളത്തിൽ ദരിദ്രനായി പോയ ഒരു വേണുവിന് സംഭവിച്ച, ഒരു ഓട്ടോക്കാരന് സംഭവിച്ച ഒരു ഗതികെട്ട അവസ്ഥയാണ് ഇതെന്ന് വേണം പറയാൻ. വേണുവിന് സാധ്യമായ എല്ലാ ചികിത്സകളും നൽകി എന്നാണ് മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ CG ജയചന്ദ്രൻ പറയുന്നത്. ഏതു വിധത്തിലുള്ള ശാസ്ത്രീയ പരിശോധനയിലൂടെയും ഇത് തെളിയിക്കാമെന്നും അദ്ദേഹം പറയുന്നു. നെഞ്ചുവേദനയായി വന്ന വേണുവിനെ എമർജൻസി വിഭാഗത്തിലാണ് 1 രാത്രി 7:47 പ്രവേശിപ്പിച്ചത്. മെഡിസിൻ, കാർഡിയോളജി വിഭാഗം ഡോക്ടർമാരുടെ പരിശോധനയ്ക്ക് ശേഷം 8:49 മെഡിസിൻ വിഭാഗത്തിലെ 28ാം വാർഡിൽ അഡ്മിറ്റ് ചെയ്തു. ഹൃദയാഘാതം സംഭവിച്ച് 24 മണിക്കൂറിന് ശേഷമാണ് ഇവിടെ എത്തുന്നത്. രോഗിയിൽ ക്രിയാറ്റിൻ തോത് കൂടുതലായിരുന്നു. അപ്പോൾ ആൻജിയോപ്ലാസ്റ്റിയോ ചെയ്താൽ വൃക്കകൾ തകരാറിലാകാൻ സാധ്യതയുണ്ട് എന്നതിനാൽ മരുന്നുകൾ നൽകിയുള്ള ചികിത്സയാണ് ഡോക്ടർമാർ ശുപാർശ ചെയ്തത്. വേണുവിന് പ്രമേഹം, ഉയർന്ന രക്തസമ്മർദ്ദം, പക്ഷാഘാതം എന്നിവ നേരത്തെ ഉണ്ടായിരുന്നു. അതിനാൽ രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്നുകളും പ്രമേഹം, രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ എന്നിവയ്ക്കുള്ള മരുന്നുകളും കഴിക്കുന്നുണ്ട്. പിറ്റേന്ന് മെഡിസിൻ വിഭാഗത്തിലെ ഡോക്ടർമാർ പരിശോധിച്ചു. 3-ന് കാർഡിയോളജി ഡോക്ടർമാർ എത്തി. തുടർന്ന് വേണുവിനെ കാർഡിയോളജി വിഭാഗത്തിലെ കിടക്കയിലേക്ക് മാറ്റി. 3-നും 4-നും നടത്തിയ പരിശോധനയിൽ കുഴപ്പമൊന്നും കണ്ടെത്തിയില്ല. ബുദ്ധിമുട്ടുള്ളതായി രോഗി പറഞ്ഞതുമില്ല. അതിനാൽ നിലവിലെ മരുന്നുകൾ തുടർന്നു. ബുധനാഴ്ച രാവിലെ പരിശോധന നടത്തി. വൈകിട്ട് 6:15-ന് ഹൃദയ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടു. കാർഡിയോളജി വിഭാഗം ഡോക്ടർ എക്കോ പരിശോധനയ്ക്കായി വീൽചെയറിൽ എക്കോ ലാബിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്കാണ് ശ്വാസമുട്ടൽ ഉണ്ടെന്ന് രോഗി പറഞ്ഞത്. 7:15-ന് ICUവിലേക്ക് മാറ്റുകയും 7:25-ന് വെന്റിലേറ്റർ നൽകുകയും ചെയ്തു. രോഗിയും തുടർച്ചയായി ഹൃദയാഘാതം ഉണ്ടായിക്കൊണ്ടേയിരുന്നു. പരമാവധി വിദഗ്ധ ചികിത്സ നൽകിയിട്ടും 10:45-ന് വേണു മരിച്ചെന്നാണ് സൂപ്രണ്ട് വിശദീകരിച്ചത്. മരിച്ചതോ കൊന്നതോ?